നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ അമേരിക്കൻ പര്യടനവുമായി ബന്ധപ്പെട്ട 11ാമത്തെ എപ്പിസോഡാണ് ഇത്. ഞങ്ങൾ ലോസ് ഏഞ്ചൽസിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 2ാമത്തെ ദിവസം മെക്സിക്കോയിൽ എത്തിയിരുന്നല്ലോ. മെക്സിക്കോയിൽ ഒരു ദിവസത്തെ താമസം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം താമസിച്ച് കണ്ടുകൊണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. മെക്സിക്കോയിലെ തന്നെ ഞങ്ങൾക്ക് ഹദൽക്കോ എന്നൊരു പോർട്ടിൽ ഇറങ്ങാനുള്ള ഒരു പ്ലാനും ആദ്യമേ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്നു യാത്ര പുറപ്പെടുമ്പോൾ. പക്ഷേ നിർഭാഗ്യവശാൽ കാലാവസ്ഥ മോശമായതിനാൽ ആ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. തിരിച്ച് ഞങ്ങൾ നേരെ തന്നെ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ കോസ്റ്റാറിക്ക ആ ഭാഗത്തേക്ക് വന്നു. ഇപ്പം ഞങ്ങൾ കോസ്റ്റാറിക്കയുടെ ഹാർബറിലേക്ക് അല്ലെങ്കിൽ പോർട്ടിലേക്ക് അടുക്കുകയാണ്. ഏകദേശം കോസ്റ്റാറിക്കയുടെ സമീപത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. അന്ന് മെക്സിക്കോയിൽ വെച്ചുണ്ടായ, അതായത് പസഫിക് സമുദ്രത്തിൻ്റെ പല മുഖഭാവങ്ങളാണ് നമുക്കത് കാണാൻ സാധിച്ചത്. അതെല്ലാം വിവരിക്കുന്ന ഒരു എപ്പിസോഡ് ഞാൻ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും പസഫിക് സമുദ്രത്തിൻ്റെ പല മുഖഭാവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മെക്സിക്കോയുടെ ഹദൽക്കോ എന്ന പോർട്ടിൽ എത്താതിരുന്നതും എന്നുള്ള കാരണങ്ങളൊക്കെ അതിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോസ്റ്റാറിക്ക എന്ന രാജ്യത്താണ്. ഞങ്ങളെല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ പോർട്ടിനെയും ഈ രാജ്യത്തെയും വരവേൽക്കുന്നത്. കാരണം അത്രയ്ക്ക് വിലപിടിപ്പുള്ള രാജ്യമാണ് ഇത് കോസ്റ്റാറിക്ക. എൻ്റെ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഐക്കൺ കൂടിയായിരുന്നു ഇതെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഞാൻ ഇതിനു മുൻപ് വായിച്ച് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ രാജ്യത്തെക്കുറിച്ച്. പട്ടാളങ്ങൾ ഇല്ലാത്ത രാജ്യം, ജയിലില്ലാത്ത രാജ്യം, അങ്ങനെ പല വിശേഷങ്ങളാണ് ഇതിനകത്തുള്ളത്. 100-110 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന രാജ്യം. ഇതൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ. ഇതെല്ലാം കാണാനും അറിയാനും ഈ രാജ്യത്തെല്ലാം നേരിട്ട് മനസ്സിലാക്കാനും വേണ്ടി ഞങ്ങളെല്ലാവരും, ഞാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ യാത്രക്കാരെല്ലാവരും, ഏകദേശം 2000-ന് മേളിൽ യാത്രക്കാരുണ്ട്. അവരെല്ലാവരും ഒരുപോലെ തന്നെ വളരെ ആവേശത്തോടാണ് ഈ രാജ്യത്തെ വരവേൽക്കുന്നതെന്ന് ഓരോരുത്തരുടെ മുഖഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഹെലിപ്പാഡിലാണ് വന്നിരിക്കുന്നത്. ഹെലിപ്പാഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഹെലിപ്പാഡ് എന്ന് പറയുന്നത് ഈ ഷിപ്പിൻ്റെ 4ാമത്തെ നിലയിൽ നിന്നും പ്രവേശനം ഉള്ളത്. അവിടെ നിന്നാണ് ഈ ഹെലിപ്പാഡിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നാം മുൻഭാഗത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ കാണാം. ഞാനും അവിടെ എത്തി അതെല്ലാം ചിത്രീകരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആവേശം ഈ രാജ്യത്ത് പോവുകയും ഈ രാജ്യത്തെ ജനങ്ങളുമായിട്ടൊന്ന് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ഈ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ മെക്സിക്കോയിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് മാനസികമായിട്ട് ചില ഭീതികളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കാരണം മെക്സിക്കോയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നതും പഠിച്ചിരുന്നതും എല്ലാം അതുപോലുള്ള കാര്യങ്ങളായിരുന്നു. പല രീതിയിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ സ്വഭാവദോഷമുള്ള ജനങ്ങൾ വസിക്കുന്ന രാജ്യം എന്നായിരുന്നു എൻ്റെ ധാരണ മുഴുവൻ. പക്ഷേ ഈ കോസ്റ്റാറിക്കയെക്കുറിച്ച് ഞാൻ പഠിച്ചിടത്തോളം അങ്ങനെ യാതൊന്നും ഭീതിപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ഏറ്റവും സുന്ദരമായ രാജ്യം, ലോകത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല രാജ്യങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കോസ്റ്റാറിക്ക. അതായത് ഈ രാജ്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ലോകത്ത് ആകെ 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതേ കാറ്റഗറിയിൽപ്പെട്ടത്. കാരണം പ്രധാന കാറ്റഗറി എന്ന് ഞാൻ പറയാൻ കാര്യം ഇവിടെയുള്ള ജനങ്ങളുടെ ആയുസ്സാണ്. 100-110 വയസ്സ് വരെയാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ ആയുസ്. അതവരുടെ ജീവിത രീതികൾ കൊണ്ടാണ്, അവരുടെ മറ്റു പല ദിനചര്യകൾ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല 3 രാജ്യങ്ങളുണ്ട്. അതിൽ മറ്റൊരു രാജ്യം ജപ്പാനിലുള്ളതാണ്. പിന്നെ ഒരു രാജ്യം വീണ്ടും ഉണ്ട്, നോർത്ത് അമേരിക്കയിൽ വീണ്ടും ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് ഈ രാജ്യം കാണുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കുകൂട്ടിയിരിക്കുന്നത്. നമ്മുടെ ഷിപ്പ് ബെർത്ത് ചെയ്യാൻ വേണ്ടി അടുക്കുകയാണ്, പോർട്ടിലേക്ക് അടുക്കുകയാണ്. ഷിപ്പിൽ നിന്നും പോർട്ടിനെ ബന്ധിപ്പിക്കുന്ന ഉപകരണങ്ങൾ പോർട്ട് ജീവനക്കാരിൽ എത്തിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം ഒരു റോപ്പ് അവരിലെത്തിക്കും. ആ റോപ്പ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മറുഭാഗത്ത് ഷിപ്പിനെയും പോർട്ടിനെയും തമ്മിൽ, ഈ ബെർത്തിനെയും തമ്മിൽ കഠിനമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ അവരിൽ എത്തിക്കും. കാണോ, ആ സാധനം അവരിൽ എത്തിക്കഴിഞ്ഞു. അതാണ് അവിടെ ലോക്ക് ചെയ്യുന്നത്. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന ഈ കപ്പലും ഈ ബർത്തുമായിട്ട് ബന്ധിപ്പിക്കും, അത് ലോക്കാക്കും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ കപ്പലിലെ യാത്രക്കാരെ സ്വീകരിക്കാൻ കോസ്റ്ററിക്കയെ സ്വീകരിക്കാനും വരവേൽക്കാനും ഞങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഏതായാലും ഇനിയും സമയമെടുക്കും നമുക്ക് ഇറങ്ങാൻ വേണ്ടി. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യാനുണ്ട്. ഈ ബർത്തിലേക്ക് ഇനി കോവണികളെല്ലാം ഘടിപ്പിക്കണം. ഇനി ഏകദേശം 10-20 മിനിറ്റിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അതിനോടകം തന്നെയാണ് ഞങ്ങൾ ഈ ചിത്രീകരണങ്ങളും ഈ ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോസ്റ്ററിക്കയുടെ ഒരു ദേശം, മനസ്സിൽ അത്ര ആവേശമുണ്ട് ഇത് ചിത്രീകരിക്കാൻ വേണ്ടി. പച്ചപ്പ് നിറഞ്ഞ ഈ ഭൂമി, ഈ പുണ്യഭൂമി, ഈ നല്ല ഭൂമി, ഇവിടെ നിന്ന് പോകണം, ഇവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കണം, ഇതൊക്കെ വലിയ ആഗ്രഹങ്ങളായിരുന്നു. സാധിക്കും, കാരണം നമ്മൾ ഇത്രത്തോളം എത്തിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ കാണുന്നത് JCBയുടെ സഹായത്തോടെ കപ്പലിൽ നിന്നും യാത്രക്കാർക്ക് വെളിയിലേക്ക് ഇറങ്ങാനുള്ള കോവണി ഘടിപ്പിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ വേറെ മറ്റ് 2 കോവണികൾ കൂടി സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ യാത്രക്കാരെ ഇറങ്ങാനുള്ള സമയമാകുകയുള്ളൂ, അവർക്ക് പെർമിഷൻ കൊടുക്കുകയുമുള്ളൂ. രണ്ടാമത്തെ കോവണിയും അതുപോലെ തന്നെ ഒരു JCB കൊണ്ടുവന്ന് അതും കപ്പലും ഈ ബർത്തുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വളരെ അപൂർവമായി മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചയാണല്ലോ. ഏതായാലും ഇതിൻ്റെ ഭാഗങ്ങൾ ഇതിൻ്റെ തെല്ലട പോലും അതിന് പോരാഴ്വ വരുത്താതെ കംപ്ലീറ്റ് അതിന് പൂർണ്ണമായും ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ആഗ്രഹത്തിലും ആവേശത്തിലുമാണ് ഞാൻ. ആയതുകൊണ്ടാണ് ഈ ഓരോ രംഗങ്ങളും ഞാൻ ചിത്രീകരിക്കുന്നത്. ആദ്യത്തെ കോവണി അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അവരത് ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഷിപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന ചില ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങൾ വെച്ച് യാത്രക്കാർ ഇറങ്ങുമ്പോൾ അവരുടെ സുരക്ഷിതത്വം പൂർണ്ണമായി ഉറപ്പുവരുത്തുവാൻ വേണ്ടി, മറ്റുള്ള ഭാഗത്തേക്ക് യാത്രക്കാർ പോകാതിരിക്കാൻ വേണ്ടി ഉള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കുകയും അറേഞ്ച് ചെയ്യുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം ഈ കപ്പൽ ജീവനക്കാർ തന്നെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും, പൂർണ്ണമായിട്ടും ഇത് സുരക്ഷിതമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടോ, അപകട വിമുക്തമാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സാനിറ്റൈസ് ചെയ്യുന്നതാണ് ഈ രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്രയ്ക്ക് ശുചിത്വത്തോടുകൂടിയാണ് ഈ ഷിപ്പിലെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. വെൽക്കം ടു പുന്തർനാസ്. പുന്തർനാസ് എന്ന് പറയുന്നത് ഈ സീപോർട്ടിൻ്റെ പേരാണിത്. അതായത് കോസ്റ്ററിക്കയിലെ ഒരു പാസഞ്ചർ ക്രൂസിനുള്ള സീപോർട്ട്, അതാണ് ഈ പുന്തർനാസ്. അവിടെയാണ് നമ്മളിപ്പോൾ ഡിസംബർക്ക് ചെയ്യുന്നത്, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ ഞാനും ഗ്രൗണ്ടിലിറങ്ങി വളരെ ആവേശത്തോടു കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ രാജ്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഒന്നും നമുക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. കാരണം എല്ലാവരും നല്ല രീതിയിലായിരിക്കും. നമുക്ക് കിട്ടുന്ന സഹകരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെയുള്ള ചീറ്റിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ രാജ്യത്ത് പ്രതീക്ഷിക്കേണ്ട. ആയതിനാൽ വളരെ ധൈര്യത്തോടു കൂടി, അത് ഞാനിത് പറയാൻ കാര്യം, മെക്സിക്കോയിലെ എൻ്റെ മാനസികസ്ഥിതിയും ഇവിടുത്തെ മനസ്ഥിതിയും രണ്ടും രണ്ടാണ്. ഇവിടെ ഞാൻ വളരെ സന്തോഷവാനായിട്ടാണ് ഇറങ്ങുന്നത്. കാരണം എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ ഈ രാജ്യത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഷിപ്പിൽ യാത്ര തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഈ ഷിപ്പിൽ നിന്നും ഇറങ്ങി ഒരു രാജ്യത്തെ സന്ദർശിക്കുകയാണ്. ഈ ഷിപ്പ് എത്തിപ്പെടുന്ന പോർട്ടിൽ, അതായത് ഈ രാജ്യത്ത് 2 രീതിയിൽ നമുക്ക് സന്ദർശനങ്ങൾ നടത്താം. ഒന്ന്, ഷിപ്പിൽ തന്നെ ഷോർ എക്സ്കർഷൻ എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടുന്ന് മുൻകൂട്ടി തന്നെ നമുക്ക് ഇതുപോലുള്ള എക്സ്കർഷൻസ് അറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഗ്രൂപ്പായിട്ടായിരിക്കും അവർ ഇതിനെ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി കൊണ്ടുപോകാനുള്ള ബസ്സുകളാണ് ഈ വന്ന് കിടക്കുന്നത്, ഈ വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം അതുപോലെ തന്നെ. അങ്ങനെ വന്ന് ഷിപ്പിൽ നിന്ന് അറേഞ്ച് ചെയ്താൽ ആ ഗ്രൂപ്പോട് കൂടി നമുക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യാം. അത് ഒന്ന്. അതല്ല എങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് മറ്റുള്ള രീതി ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആ മാർഗമാണ് കൂടുതലും കണ്ടുപിടിച്ചത്. കാരണം കരയിൽ പോവുക, അവിടെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുക, അതിനുശേഷം അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങൾ നമുക്ക് പോയി കാണാം. അങ്ങനെ രണ്ടാമത്തെ രീതി, ആ രീതിയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ചെയ്യാൻ ആഗ്രഹിച്ചതും ചെയ്യുന്നതും. അതുകൊണ്ട് ഞാനിപ്പോൾ ആ പോർട്ടിലേക്ക് പോവുകയാണ്. പോർട്ട് അവസാനിക്കുന്ന ഭാഗമുണ്ട്, ആ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ അങ്ങനെ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു. ഷോർ എക്സ്കർഷൻ ഷിപ്പിൽ നിന്ന് ചെയ്യുന്ന വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ. ചിലപ്പോൾ 10-15 ഗ്രൂപ്പ് കാണും. 10-15 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം കൂടി വന്നാൽ ചിലപ്പോൾ 500 യാത്രക്കാർ മാത്രമായിരിക്കും. ബാക്കിയുള്ളവരിൽ മിക്കവാറും എല്ലാവരും തന്നെ അവരവർ സ്വന്തമായിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്ത് രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനും ആ കൂട്ടത്തിൽ ഒരുവൻ. ഏതായാലും ഞാൻ പോർട്ടിൻ്റെ അവസാന ഭാഗത്തേക്ക്, എക്സിറ്റ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകമായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്, ഇതിൽ യാത്ര ചെയ്തിരുന്ന വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾക്കാർ വരെ
ഈ രാജ്യം കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ സഹായിക്കാൻ മറ്റൊരാൾ കൂടെ കാണും മിക്കവാറും എല്ലാം. നമ്മൾ അതിലൊരാളാണ് നമ്മളിപ്പോൾ ഒരു യാത്രക്കാരനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ പട്ടാളക്കാർ ഇല്ലാത്ത രാജ്യം, അതുപോലെ തന്നെ 100-110 വയസ്സ് വരെ ജീവിത ദൈർഘ്യമുള്ള ആൾക്കാർ ജീവിക്കുന്ന രാജ്യം, ജയിൽ ഇല്ലാത്ത രാജ്യം, ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന രാജ്യം, ഇങ്ങനെയുള്ള പല സവിശേഷതകൾ നിറഞ്ഞ ഈ രാജ്യത്തേക്ക് ഞാൻ കണ്ടതും നേരിട്ട് കണ്ടതും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അന്തസത്ത അല്പം പോലും ചോരാതെ നിങ്ങൾ എത്തിക്കുക ഞാൻ പരമാവധി ശ്രമിക്കാം. തീരത്തോട് ഞാൻ അടുത്തു കഴിഞ്ഞു ഏകദേശം. ഏതായാലും ഈ എപ്പിസോഡ് ഞാൻ അധികം കാര്യങ്ങൾ ഇനി ഉൾപ്പെടുത്തുന്നില്ല. ഇനിയും കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് വീണ്ടും നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ എപ്പിസോഡുകളാണ് ഞാൻ എപ്പോഴും സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇറങ്ങിയ ശേഷം ഞാൻ കണ്ട എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ട് എത്തിക്കാം. അതിൻ്റെ എല്ലാ അന്തസത്തയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഞാൻ എത്തിക്കാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ. കണ്ടോ, ആഘോഷിക്കുന്നത് കണ്ടോ, ജീവിതം ആഘോഷിക്കുന്നത് കണ്ടോ. ഇറങ്ങിയതേ ഉള്ളൂ നമ്മളിവിടെ.